ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അച്ചാറിടാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള മീൻ കേരമീനാണ് കേട്ടോ. കേരമീനാണെങ്കിലും ചൂരമീനാണെങ്കിലും എടുക്കാം. കുറച്ചും കൂടി നല്ലത് കിട്ടുകയാണെങ്കിൽ കേരമീൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചൂരമീനാകുമ്പോൾ ചെറിയൊരു പുളിപ്പ് രസം അങ്ങനെ ഉണ്ടാകും. ഇതാകുമ്പോൾ അച്ചാറിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ മീൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മീൻ അച്ചാറിടാനായിട്ട് എടുക്കുമ്പോൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് വേണം കേട്ടോ മീൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തീരെ ചെറുതാവാനും പാടില്ല, എന്നാൽ നല്ലോണം വലുതാവാനും പാടില്ല. ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള അളവിന് വേണം മീൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ചാറിടാനായിട്ട് മീൻ എടുക്കുമ്പോൾ അതിൻ്റെ മുള്ളെല്ലാം നല്ലോണം റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ദശക്കട്ടിയുള്ള ഭാഗം മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അല്ലേ ഈ മീനൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മീനിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അച്ചാർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എരിവുണ്ടാവുമല്ലോ. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, ഉമ്മയാണ്. ഇത് ഉമ്മാൻ്റെ ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കൈവച്ചിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഇനി 1-2 സാധനം കൂടിയും ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഈ പൊടികളൊന്ന് ഇതിൽ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഉലുവൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണിൻ്റെ അളവിന് ഉലുവൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവിന് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എങ്കിൽ മസാല ഇതിൽ നല്ലോണം പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പം ഇത് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ മസാലയൊക്കെ മീനിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി അച്ചാറിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. മീൻ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി ആയാലും മറ്റുള്ള ഐറ്റംസ് ആണെങ്കിലും കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിയും അതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ പച്ചമുളക് അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളക് റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. ഈ അച്ചാറിലേക്ക് നല്ലെണ്ണ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ആക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോൾ ഈ എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ അച്ചാർ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 1 വർഷമെങ്കിലും ഇത് കേട് വരാണ്ടിരിക്കും കേട്ടോ. 1 വർഷം എന്തായാലും അച്ചാർ കേട് വരാണ്ടിരുന്നോളും. ഇനിയിപ്പോൾ ഈ ഉള്ളി കളറൊക്കെ ഒന്ന് മാറി നല്ലോണം മുരിഞ്ഞ് ഫ്രൈ ആയി വരണം കേട്ടോ. അതുവരെ വേണം ഒന്ന് എണ്ണയിലിട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഈ ഒരു ലെവലാവണ വരെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ലോണം മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. വെളുത്തുള്ളി ഈ ഒരു കളറാവണ വരെ വെയിറ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഇഞ്ചി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിനേക്കാളും നല്ലോണം മുരിഞ്ഞ് വരണം കേട്ടോ. എങ്കിലാണ് അച്ചാറിൽ ഇഞ്ചി കടിക്കുമ്പോൾ നല്ലോണം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി മുരിഞ്ഞതിനേക്കാളും നല്ലോണം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. ഇതുപോലെ നല്ലോണം കളറൊക്കെ ചേഞ്ചായി നല്ലോണം ഉള്ളി മുരിഞ്ഞ് വരുന്ന വരെ വേണം കേട്ടോ ഇഞ്ചി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ഫ്രൈ ആക്കി എടുക്കണം.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒപ്പിട്ടിട്ട് ഇഞ്ചി സെപ്പറേറ്റ് ഫ്രൈ ആക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടി ഒപ്പിട്ടിട്ടും ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. പക്ഷേ ഒന്നും കൂടി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോൾ ഒരുപാട് ടൈം ഫ്രൈ ആക്കേണ്ടി വരും. പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത് തന്നെ ആയിക്കോട്ടെ നല്ലത്. പിന്നെ ഇതാ ഉള്ളി ഈ ഒരു കളറാവണ വരെ വേണം കേട്ടോ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഉള്ളി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഫ്രൈ ആക്കി എടുക്കാം. ഇതിൻ്റെ എല്ലാം വെള്ളത്തിൻ്റെ അംശമെല്ലാം നല്ലോണം പോണ വരവാണ് കേട്ടോ എണ്ണയിലിടാൻ വേണ്ടിയിട്ട്. വെള്ളത്തിൻ്റെ അംശമെല്ലാം പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് എടുത്ത് പറഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാട്ട പച്ചമുളകും ഇവിടെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആവണം. എന്നിട്ട് ഇത് പച്ചമുളകും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ അടുത്ത പ്രധാനമായ ഒരു ഐറ്റമാണ് കേട്ടോ കറിവേപ്പില. ഇതും ഇങ്ങനെ ഫ്രൈ ആക്കിയ പോലെ കറിവേപ്പില ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കറിവേപ്പിലയിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തിൻ്റെ എല്ലാം കണ്ടൻറ്റ് നല്ലോണം പോണ വരെ ഒക്കെ ഫ്രൈ ആക്കി എടുക്കണം. ഇതാട്ട കറിവേപ്പിലയും നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പം ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ മീനിൽ മസാല തേക്കുമ്പോൾ എല്ലായിടത്തേക്കും മസാല ആവണ പോലെ വേണം കേട്ടോ തേക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മീൻ ഒരിക്കലും ഉടഞ്ഞു പോവരുത്. മീൻ പൊട്ടിപ്പോവാണ്ട് മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. എല്ലാം കൂടി ഒപ്പിടുകയാണെന്നുണ്ടെങ്കിൽ മീനെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കും. അതുകൊണ്ട് 2-3 ട്രിപ്പായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ മീനെല്ലാം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും മീൻ നല്ലോണം മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നിൽക്കുക. എന്നിട്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ അടുത്ത ട്രിപ്പും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഞാനിവിടെ മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഓയിലിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് നിറച്ചും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഈ പൊടികളൊക്കെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ എന്തായാലും പ്രത്യേകം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. പിന്നെ ഉമ്മ ഇതിൽ അച്ചാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ മസ്റ്റൊന്നുമല്ല കേട്ടോ. അമ്മ ചേർത്ത് കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് 2 ടീസ്പൂണോളം കായപ്പൊടിയില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം ഒരു 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത്ര മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ളത് 1 by 1 ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളി ഫ്രൈ ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് നമ്മുടെ ഉള്ളി ഫ്രൈ ആക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ പൊടിയിൽ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ മുന്നായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടിയും ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഗൾഫിലേക്കൊക്കെ മീനച്ചാർ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതാവുമ്പോൾ കേടുവരാണ്ട് കുറേ കാലം നിൽക്കും. ഇതെല്ലാം കൂടി പൊടിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക. മീനും കൂടി ചേർത്ത ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ മീനൊന്നും പൊട്ടിപ്പോവണ്ട. ഫ്രൈ ആക്കുമ്പോൾ മീന് നല്ല ബലം വരും. എന്നാലും മീനൊന്നും പൊട്ടിപ്പോവാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് സുറുക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ബാക്കി നോക്കിയിട്ട് ചൂടാറിയ ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം.
ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാർ. ഉമ്മ ഉണ്ടാക്കുന്ന അച്ചാറുകളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അച്ചാർ ഇതാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. അച്ചാർ നല്ലോണം ചൂടാറിയ ശേഷം ഇമ്മ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ചാറിന് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് സുറുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി അച്ചാർ നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കാം കേട്ടോ. 1 വർഷം എന്തായാലും കേട് വരാണ്ടിരിക്കും. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു. ബൈ.